ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ +1 അക്കൗണ്ടൻസി പാസ്സാകാം. അപ്പോൾ പാസ് മാർക്ക് നമുക്ക് എടുക്കുമ്പോൾ ഞാനൊരു 16 18 അല്ലെങ്കിൽ ആ റേഞ്ചല്ല എടുക്കുന്നത്. നമുക്കൊരു 30 മാർക്ക് ഈസി ആയിട്ട് എങ്ങനെ കണ്ണും പൂട്ടി സ്കോർ ചെയ്യാം, 30 മാർക്ക് എങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഇവിടെ ഫസ്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, അത് ഈസി ആയിട്ടുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അവിടെ ഞാനത് എടുക്കുന്നില്ല, എന്നാലും ഒരു 2 മാർക്സ് ഞാൻ അവിടെ എടുക്കാം. നിങ്ങൾക്ക് അവിടെ ഒരു 2 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പാസ്സാകാൻ 30 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചിരിക്കണം. ഒരു 3 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത്, അത് പഠിച്ചിരിക്കണം. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ 2 മാർക്ക് കിട്ടി, 4 മാർക്കായി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനും ഗ്രോസ് പ്രോഫിറ്റ് കാണാനും ഒപ്പം നെറ്റ് പ്രോഫിറ്റ് കാണാനുള്ള പ്രോബ്ലം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി? അവിടെ നമുക്ക് 2 മാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അത് 3 മാർക്കിന് ചോദിക്കും. അപ്പോൾ അങ്ങനെ 6 മാർക്കായി. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ്, അത് 2 മാർക്ക്. അതും ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ റിസർവ് ആൻഡ് പ്രൊവിഷൻ തമ്മിലുള്ള ഡിഫറൻസോ ചോദിച്ചേക്കാം കേട്ടോ. ഇനി പിന്നെ നമ്മൾ പഠിക്കുന്നത് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ് പഠിക്കുക, 3 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ്. ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ക്യാഷ് ബേസിസും ഉണ്ട്, അക്രൂവൽ ബേസിസും ഉണ്ട്. സിമ്പിൾ തിയറി 2 സെൻറ്റൻസ് എഴുതി വെച്ചാൽ മതി, അതിന് 3 മാർക്ക് അവിടെ കിട്ടി. അപ്പോൾ മൊത്തം 14 മാർക്കായി. പിന്നെ റെക്ടിഫിക്കേഷൻ ഒക്കെ കുറച്ചൊന്ന് നല്ല രീതിക്ക് പഠിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതാ പ്രൊവിഷൻ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 3 മാർക്കിന്. അപ്പോൾ ആ 3 മാർക്ക് കൂടി ആഡ് ചെയ്താൽ 17 മാർക്കായി. പിന്നെ ഞാൻ എല്ലാ ക്വസ്റ്റ്യനും അല്ല ഇതിൽ പറയുന്നത്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന് 4 ഒബ്ജക്റ്റീവ്സ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അത് പഠിച്ചാൽ 4 മാർക്കും കൂടി കിട്ടി, 21 മാർക്കായിട്ടോ. പിന്നെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിലെ ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ഡിഫറൻസ് തമ്മിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ടൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ 199ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അഡ്മിഷൻ എടുക്കാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ hi+1 എന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ് തമ്മിലുള്ള ഡിഫറൻസ് 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കും. അപ്പോൾ അവിടെ മാക്സ് 4 മാർക്ക് എന്നുള്ള രീതിക്ക് എടുക്കാം. അപ്പോഴും നമുക്ക് 25 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ട്രയൽ ബാലൻസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അതില്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഈസി ആയിട്ട് അവിടെയും നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാം. ഇപ്പോൾ 29 മാർക്കായിട്ടോ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് സൂപ്പർ ഈസിയാണ്. പെറ്റി ക്യാഷ് ബുക്ക് പഠിച്ചിട്ട് പോയാൽ നമുക്ക് 5 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ അവിടെ 5 മാർക്ക് കിട്ടി. അപ്പോൾ 34 മാർക്കായിട്ടോ. പിന്നെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസിയാണ്, ചിലർക്ക് അറിയില്ലായിരിക്കും. വളരെ ഈസി ആയിട്ടുള്ള സംഭവങ്ങൾ വരുള്ളൂ. സൂപ്പറായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. +ആർക്കൊക്കെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഇനിയിപ്പോൾ അത് അറിയില്ലാത്തവർ, അത് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ഞാനത് ഇതിലേക്ക് കൺസിഡർ ചെയ്യുന്നില്ല. ജേണൽ എൻട്രി നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. മറ്റാര് പഠിപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും ഈസി ആയിട്ട് മിസ് നിങ്ങൾ ജേണൽ എൻട്രി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലും ഈസി ആയിട്ട് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചിൽ നമ്മൾ പിന്നെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി 8 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ജേണൽ എൻട്രി 8 അല്ലെങ്കിൽ 5 മാർക്കിന് എന്തായാലും വരും. അപ്പോൾ നമ്മളൊരു 5 മാർക്കെന്ന് കണക്കെടുത്താലും വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് നമുക്ക് 39 മാർക്ക് കിട്ടി. ഡബിൾ കോളം ക്യാഷ് ബുക്കും അതിലേറെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം. അവിടെയും 8 മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ 5 മാർക്ക് നേടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ 44 മാർക്ക് അവിടെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാച്ചിൽ ജോയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക്സ് പഠിച്ചാൽ ഈസി ആയിട്ട് 44 മാർക്ക് സ്കോർ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഒരു മിറക്കിളൊക്കെ പ്രതീക്ഷിച്ച് എങ്ങനെയെങ്കിലും +1 +2 കൂടിയൊക്കെ പാസ്സാകണം എന്നൊക്കെ ഓർത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. 199 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ടോപ്പിക്സ് എല്ലാം പഠിക്കാം. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.